ഇനി ഡെലിവറിയുടെ ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പ്രഗ്നൻസിയിൽ GDM ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉള്ള അമ്മമാർക്ക് അടുത്ത പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള റിസ്കുകൾ കൂടുതലാണ്. ഇങ്ങനെയുള്ള അമ്മമാർക്ക് ഓൾറെഡി കുറച്ച് പ്രഗ്നൻസിയുടെ വെയിറ്റ് ഗെയിനും കാണും. ഇവർക്ക് ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് വരാനുള്ള റിസ്കുകളും കൂടുതലാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കാർഡിയാക് അബ്നോർമാലിറ്റീസ്, ന്യൂറൽ അബ്നോർമാലിറ്റീസ് വരാൻ വേണ്ടിയിട്ട്, നരമ്പ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അബ്നോർമാലിറ്റീസ് വരാൻ വേണ്ടി പറ്റും. അവരുടെ ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ലാർജ് ബേബി കടന്നു പോരുമ്പം ചിലപ്പം ഷോൾഡർ ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻസ് വരാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് ടിഷ്യൂ ഇഞ്ചുറീസും വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് കൂടുതലായിട്ട് ഇപ്പോഴത്തെ പല പഠനങ്ങളും കാണിക്കുന്നത് ഇന്റർജനറേഷണൽ ട്രാൻസ്ഫർ ഓഫ് റിസ്ക്. അമ്മയ്ക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് ഈ കുഞ്ഞിൻ്റെ അഡോളസെന്റ് പീരീഡിലും അഡൽട്ട് ലൈഫിലോട്ടും പോകുമ്പോൾ ആ കുഞ്ഞിന് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസും കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങളും ഫാറ്റി ലിവറിനും ഒക്കെയുള്ള റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് റിസ്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ഡയബറ്റിസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്ക്രീനിങ്ങിനും പബ്ലിക്കിന് ഇൻഫർമേഷനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.